എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് മസാല. ഇതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് 5 എണ്ണം, സവാള 2 എണ്ണം, പച്ചമുളക് കീറിയത് 2 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില 2 തണ്ട്, തക്കാളി അരച്ചത് 2 എണ്ണം. ഇനി പൊടികൾ: മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇനി വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. ഈ എടുത്തു വെച്ച വെളിച്ചെണ്ണയിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഈ 4 പൊടികളും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കട്ട കെട്ടാതെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഞാൻ ഈ പൊടികളെ എണ്ണയിൽ മിക്സ് ചെയ്തിട്ടാണ് യോജിപ്പിച്ചിട്ടാണ് കറിയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില ഇവ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കലക്കി വെച്ച മസാലക്കൂട്ട് കൂടെ ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുക. ഞാൻ 2 തക്കാളി മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് അടച്ചു വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടച്ചു വെച്ച് കറി തിളച്ചതിന് ശേഷം പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കുക. 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.